എന്റെ മോട്ടു, ആ പത്തിലും എവിടെ പോയി? രാവിലെ തന്നെ ചിങ്കം സാർ അവനെ ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. നിന്റെ ഈ കഴുതയുണ്ടല്ലോ, പറയുന്നത് പോലെ തന്നെ എല്ലാം ചെയ്യില്ലേ? അതെ, ഇത് സർക്കസിലെ ട്രെയിൻഡ് കഴുതയാണ്. എല്ലാം ചെയ്യും. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പിന്നെ ചേട്ടാ, 2 ചായയും 2 പ്ലേറ്റ് സമോസയും. രണ്ടെണ്ണം ആർക്കാ? ഒന്ന് എനിക്കും പിന്നെ ഒന്നെന്റെ അനിയനും. ഇതാ പിടിച്ചു. ഇന്ന് അനിയ കഴിക്ക്. എന്റെ ചേട്ടന്മാരെ, നിങ്ങൾ ഇങ്ങനെ അതിശയപ്പെടല്ലേ. ഇന്നലെ വരെ എന്റെ അനിയനും ഓക്കെ ആയിരുന്നു. പക്ഷെ ഇന്നലെ ആ മലയുടെ മണ്ടയ്ക്ക് പോയതോടെ ഒരു കഴുതയായി മാറി. കേട്ടിട്ടുണ്ട് അവിടെ ഏതോ ഒരു മന്ത്രമുണ്ടെന്ന്. ആരവിടെ പോയാലും ഒരു കഴുതയായി മാറുമെന്ന്. അതേന്ന്. എന്റെ അനിയൻ ഇനി എങ്ങനെ ശരിയാകുമെന്ന് ഒരു ഐഡിയയും ഇല്ല. ഇവൻ നല്ലൊരു ഡാൻസറാണ്. ഇനി ഇവൻ എങ്ങനെ ശരിയാവണേ ആർക്കറിയാം. എന്തിനാ നീ ആ മലയോരത്ത് പോയത്? ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. ഒരു തവണ ബോട്ട് ആ കാര്യം വിശ്വസിച്ചാ മാത്രം മതി. ആ മലയിലേക്ക് പോകുന്നവരെല്ലാം കഴുതകളായിട്ട് മാറുമെന്നുള്ളത് പിന്നെ ആ മലയിലേക്ക് അവൻ പോവുകയേ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്ത മോഷണത്തിന്റെ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാ. മോട്ടു കേട്ടോ, നഗരത്തിന്റെ പുറത്തുള്ള മലയിൽ സ്മഗ്ലേഴ്സ് വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അവരെ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പത്ലുവിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെ പത്ലു കണ്ടതിന് ശേഷം അവൻ എന്നെ ഫോണിൽ വിളിച്ച് പറയും. ഞാൻ പോലീസ് പടയോടെ ചെന്ന് അവരെ പിടിച്ചിരിക്കും. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. എന്ത്? പത്തലൂര് നഗരത്തിന്റെ പുറത്തുള്ള മലയിൽ വിട്ടെന്നോ? അവിടെ പോയ കഴുതയായി പോവല്ലോ. എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. ചിങ്കം സാറേ! ഇതെന്താ എന്റെ കണ്ണിന്റെ പുറത്തിരിക്കണ? ഇതിപ്പോ എവിടുന്നാ കയറി വന്നിരിക്കുന്നത്? ഞാനിതാ എത്തിപ്പോയി. ഇല്ല, എന്റെ ദൈവങ്ങളെ, എന്റെ കൂട്ടുകാരനെ നിങ്ങൾ കഴുതിയാക്കിയോ? എന്റെ പത്തിലോ, നീ എന്തിനാ ഇവിടെ തനിച്ച് വന്നത്? എന്നെ വിളിച്ചോണ്ട് വന്നാ പോരായിരുന്നില്ലേ? ഇനി ഞാൻ എങ്ങനെയാ നിന്നെ ശരിയാക്കുക? ഈ മനുഷ്യൻ ഭയങ്കര ഇമോഷണൽ ആണെന്ന് തോന്നുന്നു. എന്തിനാന്ന് കരയണമെന്ന് മനസ്സിലാവുള്ളല്ലോ. പത്തിലു, എന്റെ കുട്ട, വരൂ, വീട്ടിലോട്ട് വരൂ. നിന്നെ പഴയതുപോലെ ആക്കിയെടുക്കാനുള്ള ശ്രമം ഞാൻ നോക്കാം. ഒരു പിടി കിട്ടണല്ലോ എങ്ങോട്ടാ കൊണ്ടുപോകാൻ പോണേന്ന്. ശരി, പോയി നോക്കാം. പത്തിലു, വരൂ പത്തിലു, വരൂ. ഇത് ഡിന്നർ ടൈമാണ്. നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചതെന്ന്. കഴിക്ക്. ഇങ്ങേര് നല്ല മനുഷ്യനാന്ന് തോന്നണു. വാ, കുറച്ചു നേരത്തേക്ക് ഇങ്ങേരെ സന്തോഷിപ്പിക്കാം.
ഇത് കണ്ടില്ലേ, പൂരി, ബാജി, ചട്നി, പിന്നെ അച്ചാറും. ഓഹോ, എടോ ഞാനൊരു കഴുതയാണ്, മനുഷ്യനല്ല. ആരെങ്കിലും കേറൊന്ന് പറഞ്ഞു മനസ്സിലാക്കുവോ? എന്തു പറ്റി? എന്താ നിനക്ക് പുല്ല് വേണമെന്നോ? ഓ, ഞാൻ മറന്നുപോയി. നീ ഇപ്പൊ കഴുതയാണല്ലോ, അപ്പൊ പുല്ലല്ലേ കഴിക്കൂ. കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വരാം പുല്ല്. ദേ നല്ല പച്ച പുല്ല് എന്റെ പത്ലുവിന് കഴിക്കാൻ വേണ്ടി. പത്ലു ചെന്ന് ഉറങ്ങിക്കോ. നമുക്ക് നാളെ ഡോക്ടർ ജഡ്കേന്റെ അടുത്ത് പോയി ചോദിക്കാം ഇതിൽ നിന്ന് നിന്നെ എങ്ങനെ രക്ഷിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആദ്യമായിട്ടാണ് ഒരു കിടക്കെ കിടക്കാൻ പറ്റണത്. കിടക്കെ തന്നെയാണ് കിടക്കേണ്ടത്. എന്താ പത്ലു ഈ കാണിച്ചത്? ഓ, നിനക്ക് കട്ടിലേല് കിടക്കണോ അല്ലേ? ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, നീ മോളിൽ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. ഓക്കെ. പത്ലു രാവിലെ എഴുന്നേറ്റോണ്ട് ബ്രഷ് ചെയ്യണം. ഓക്കെ. ഇത് വലിയ ശല്യായല്ലോ, ഒന്നും പോവാണ്ട്. ഇത് വലിയ ശല്യായല്ലോ. കുറച്ചുകൂടെ. അങ്ങനെ തന്നെ. മതി 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 മതി. ഇനി വേഗം ചെന്ന് പാന്റ് ഷർട്ട് വിട്ടേ, നമുക്ക് ഡോക്ടറും ചെല്ലേ. പാന്റ് ഷർട്ട് ഇല്ല, ഇനി ഒരു പിടിയും കിട്ടണില്ല. ഇവൻ ഇനി എന്നെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിക്കാൻ പോണെന്ന്. മോനെ ഓടിക്കോടാ. പത്ലു നിക്കേ, പത്ലു. അതെ പത്ലു, ഫോട്ടോനെ വിട്ട് പോവല്ലേടാ. ഐഡിയ. എന്റെ സൈക്കിൾ. അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ, അവിടെ നിൽക്കണോ? എന്റെ സൈക്കിളെ കൊണ്ട് പോടാതോ. എന്റെ പത്ലു അവിടെ നിൽക്കേ. ഏയ്, കള്ളൻ കള്ളൻ പിടിക്കൂ. എന്റെ കയറും കൊണ്ട് നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? സോറി ആന്റി, ഞാൻ നിങ്ങളുടെ കയറ് തിരിച്ചു തന്നേക്കാം. എനിക്കിപ്പോ എന്റെ കൂട്ടുകാരനെ പിടിക്കാനുള്ളതാ. ഇതെന്താണിത്? എന്റെ ദൈവമേ. പത്ലു പോവല്ലേ. പത്ലു. എന്റെ മുതുകത്ത് കയറി ഇരിക്കുവാടാ. ഇപ്പൊ ശരിയാക്കി തരാം. പത്ലു നിക്കേ. എന്റെ അമ്മോ പത്ലു, താൻ ഇന്നലെ തൊട്ട് ഫോൺ ചെയ്തില്ല. എന്താ പറ്റിയത്? ഓഹോ, തല വെട്ടി പൊളിയുന്നത് പോലെ തോന്നുന്നു ചിങ്കം സാറേ. ഞാൻ ഈ കുന്നിന്റെ മുകളിൽ കയറിയതാ, അവിടുന്ന് തെന്നി താഴെ വീണു. അപ്പ ബോധം പോയതാ. രാത്രി മുഴുവൻ യാതൊരു ബോധം ഉണ്ടായിരുന്നില്ല. എന്റെ കണ്ണട എവിടേക്കാ പോയത്? പത്ലു അത് കണ്ടോ? സ്മഗ്ലേഴ്സ് സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് കണ്ടില്ലേ നീ? എന്താണത്? അവരോടൊപ്പം ആ കള്ളൻ ജോണും ഉണ്ട്. വരൂ സാറേ, നിങ്ങളിപ്പോ അവരെ അറസ്റ്റ് ചെയ്യേണ്ട സമയം എത്തിക്കഴിഞ്ഞു. പത്ലു 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 നിക്കേ. എന്റെ കൂട്ടുകാരാ, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ശരിയാക്കിക്കോളാം. സോറി സാറന്മാരെ, സോറി. എന്റെ പത്ലു, നീ ഒന്ന് അടങ്ങ് പത്ലു. നിനക്ക് ഒരിക്കൽ കൂടി മനുഷ്യനാകാൻ പറ്റുന്നേ, എന്നെ വിശ്വസിക്കും പത്ലു. അത് കണ്ടോ? നമ്മളെ സഹായിക്കാൻ വേണ്ടി മോട്ടും അങ്ങോട്ട് വന്നിട്ടുണ്ട്. വന്നേ, നമുക്ക് അവനോടൊപ്പം കൂടാം. വെരി സോറി. എന്റെ പത്ലു, കണ്ടില്ലേ നീ കാരണം ആൾക്കാരൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെന്ന്. ഇവരെ വേഗം പിടിക്ക്, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. എംപോസിബിൾ. കലക്കി മോട്ടു, നീ അടിച്ച് തകർത്തു. എങ്ങനെ തകർക്കേണ്ടത് കാണിച്ചാൽ
എന്റെ അമ്മോ, ഞാൻ നിന്റെ സൈഡിലല്ലേ മോട്ടു. നീ എന്താ എന്നെ തല്ലിയത്? മോട്ടു നീ എന്തായി ചെയ്യുന്നത്? പത്ലു എന്റെ മുതുക് പിടിച്ചിട്ട് നീ ഇറങ്ങി പോണോ? ബല്ലെ 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 പത്ലു നീ ശരിയായല്ലടാ. എനിക്ക് സന്തോഷായി. മോട്ടു എന്തൊക്കെയാ ഈ സംഭവിക്കുന്നത്? അത് വലിയൊരു കഥയാണ്. തിരിച്ചു വന്നിട്ട് പറയാം. അപ്പൊ ഇവനാണ് പത്തലു. അപ്പൊ ഇവൻ കാരണമാണ് ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കേണ്ടി വന്ന. ഇവനെ മോട്ടുവിന്റെ അടുത്ത് എത്തിച്ചേ പറ്റൂ. എന്നാ പിടിച്ചോ. ആരും അവിടുന്ന് അനങ്ങി പോകരുത്. മോട്ടു പത്ലു വരുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ ദേ ഇപ്പൊ പോയിട്ട് വരാം. ഏയ്, ഏയ്, stop! ഒരു പ്രാവശ്യം ഞാൻ കമ്മിറ്റ്മെന്റ് കൊടുത്താ പിന്നെ ഞാൻ ആരുടെ വാക്കും കേൾക്കില്ല. ഇതിനെയാണ് റിയൽ ഹീറോ എന്ന് പറയുന്നത്. ആളുകളുടെ മനസ്സിലെ റിയൽ ഹീറോ. ഒരു തവണ കമ്മിറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പൂർത്തിയാക്കിയിരിക്കും. എനിക്കും ജനങ്ങളുടെ മനസ്സിൽ ഒരു സൂപ്പർ ഹീറോ ആവണം. ഞാനും ഇന്നു മുതൽ ഒരു കമ്മിറ്റ്മെന്റ് ചെയ്താൽ അത് മുഴുവനായിട്ടും ചെയ്യും. നിനക്ക് കമ്മിറ്റ്മെന്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഗ്യാസ് എത്തിക്കാനുള്ള കമ്മിറ്റ്മെന്റ് ചെയ്യടേ. ഇന്ന് സിലിണ്ടർ കിട്ടിയില്ലെങ്കിൽ കട അടയ്ക്കുകയേ നിവൃത്തിയുള്ളൂ. ഗ്യാസ് കൊണ്ടുവരാനുള്ള കമ്മിറ്റ്മെന്റ് ചെയ്യുമോട്ടു. എന്തുകൊണ്ടാ ഗ്യാസ് തരാത്ത? അവൻ ഒരു ദിവസം സമോസയ്ക്കായി എന്റെ അടുത്ത് വന്നു. ഞാൻ സമോസ തീർന്നെന്ന് പറഞ്ഞു. കാരണം അവൻ പൈസ തരാറില്ല. അന്ന് തൊട്ട് എപ്പോ ഞാൻ ഗ്യാസ് ചോദിച്ചാലും തീർന്നു പോയെന്നാ അവൻ പറയാറ്. ഞാൻ എന്താ ചെയ്യാ? അതെ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഗ്യാസ് നിങ്ങൾക്ക് ഞാൻ തരാം. ഇതെന്റെ കമ്മിറ്റ്മെന്റ് ആണ്. മോട്ടു പറ്റാത്ത കമ്മിറ്റ്മെന്റ് ഒന്നും ഏറ്റെടുക്കണ്ട. അത് നിറവേറ്റാൻ കഴിയില്ല. ചേട്ടാ, ഞാൻ ഒരു പ്രാവശ്യം കമ്മിറ്റ്മെന്റ് ചെയ്താൽ പിന്നെ 10 പറഞ്ഞാലും ഞാൻ കേക്കില്ല. ഗ്യാസ് കിട്ടിയിരിക്കും, തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. എന്താ ചേട്ടാ, ഗ്യാസ് വേണോ? ഓ സോറി, ഗ്യാസ് തീർന്നു പോയല്ലോ. നിക്കൂ, നീ ഗ്യാസ് തന്നിട്ട് പോണം. മോട്ടു നിക്കേ. മോട്ടു അവിടെ നിക്ക്. മോട്ടു മോട്ടു താഴെ ഇറങ്ങ്. എന്താ? കണ്ടില്ലേ, ഞാൻ ഒരു പ്രാവശ്യം കമ്മിറ്റ്മെന്റ് ചെയ്താൽ പിന്നെ 10 പറഞ്ഞാലും കേക്കില്ല. അയ്യോ, എന്റെ നടുവടിഞ്ഞല്ലോ. താങ്ക് യു മോട്ടു. പക്ഷേ കുറച്ചു നാൾ ആശുപത്രിയിലാകുമെന്നാ തോന്നുന്നേ. മോട്ടു, നീ എനിക്കൊരു കമ്മിറ്റ്മെന്റ് താ. ഇനി ആർക്കും ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ്. എന്റെ നടു ഒടിഞ്ഞു. വാ, വീട്ടിൽ പോയിട്ട് ചുടുവെള്ളം വെച്ചിട്ടൊന്ന് ചൂട് പിടിക്കാം. മോട്ടു, എന്നെ ഒന്ന് സഹായിക്കാമോ? ആഹാ, തീർച്ചയായിട്ടും. പറ്റില്ല എന്ന് പറയില്ലല്ലോ. ഒരു പ്രാവശ്യം ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 10 പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. പറയൂ, എന്താണ് ചെയ്യേണ്ടത്? ചുഴലിക്കാറ്റ് വന്നിട്ട് എന്റെ മേൽക്കൂര ആകെ പറത്തി കളഞ്ഞു. അതൊന്ന് ശരിയാക്കി തരുമോ? അല്ലെങ്കിൽ ഞാൻ മഴയത്ത് വല്ലാതെ ബുദ്ധിമുട്ടും. ഇപ്പൊ ശരിയാക്കി. മോട്ടു മോട്ടു
നീ ടൈൽസ് ശരിയാക്കുകയാണോ അതോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണോ? സോറി സോറി. ഇനി നിന്റെ ജോലിയിൽ വല്ല പഴവുണ്ടായ ഈ 10 രൂപനെ ഞാൻ പഞ്ചിങ് ബാഗ് ആയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് ജോലി ചെയ്തോ, ഓക്കെ? മോട്ടു, കമ്മിറ്റ്മെന്റ് ചെയ്യുന്നത് നീയാ, പക്ഷെ പണി കിട്ടുന്നത് എനിക്കാ. മോട്ടു, നിർത്ത്, ഈ പണിയൊന്ന് നിർത്ത്. ഇത് നിനക്ക് പറ്റിയ പണിയല്ല. ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തതാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത കാര്യം നോക്കൂ. നോക്കൂ ബോക്സർ ചേട്ടാ, ഞാൻ എന്റെ കമ്മിറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. മോട്ടു പ്ലീസ്, നീ എനിക്കൊരു കമ്മിറ്റ്മെന്റ് താ. ഇനി ആർക്കും ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കരുത്. നീ വിഷമിക്കണ്ട പത്ലു, ഞാൻ നിന്നെ നല്ലോണം ശ്രദ്ധിച്ചോളാം. ഹായ് ബോസ്. ബോസ്, ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. കൊള്ളാം, ഇത് നല്ല പ്ലാൻ തന്നെയാണ്. കഴിഞ്ഞു. അല്ല, എന്താ പറ്റിയ നിങ്ങൾക്ക്? എന്തിനാ ഇങ്ങനെ കരയുന്നേ? നോക്ക് മോനെ, എന്റെ ബോസിനെ അപകടകാരിയായ ഒരാൾ കിഡ്നാപ്പ് ചെയ്തിരിക്കയാ. അയാളെ രക്ഷിക്കണം. എന്റെ ബോസ് വളരെ നല്ല മനുഷ്യനാണ്. ആ അപകടകാരിയുടെ അടുത്ത് നിന്നും ഞാൻ നിങ്ങളുടെ ബോസിനെ രക്ഷിച്ചു തരാം. ലോകരെ മുഴുവനും സഹായിക്കുന്നത് എന്റെ ഒരു കടമയാണ്. മോനെ, പിന്നീട് നീ പറ്റില്ല എന്ന് പറയില്ലല്ലോ? ഒരു പ്രാവശ്യം ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 10 പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. അങ്ങനെയോ? എന്ത് പിടിച്ചോ? എന്റെ ബോസ് ജോൺ ആണ്. ജോൺ ദ ഡോൺ. എന്റെ ബോസിനെ ചിങ്കമാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കമ്മിറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു, ഇനി രക്ഷിച്ചേ മതിയാകൂ. വാക്ക് മാറ്റരുത്. ഇപ്പൊ കണ്ടില്ലേ മോട്ടു, പെട്ടില്ലേ? പത്ലു, ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ജോണിനെ രക്ഷിക്കുന്നത് തെറ്റാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ഈ ഐഡിയ ചെയ്തു കഴിഞ്ഞാൽ ജോൺ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കാൻ പോകുന്നില്ല. നമ്പർ 1, നീ ചെല്ല്. ഞാൻ എന്റെ കമ്മിറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദാ വരുന്നു. ഞാൻ ജോണിനെ ചിങ്കം സാറിന്റെ കയ്യിൽ നിന്നും ജീവിതകാലം മുഴുവൻ രക്ഷിക്കും. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. എക്സ്ക്യൂസ് മീ, ഇവിടെ എന്റെ കൂട്ടുകാരനുണ്ട്. ഞാൻ ഇവിടുന്ന് അവനെ കൊണ്ടുപോയിക്കോട്ടെ? ഭൂതം സാറേ, നിങ്ങൾക്ക് ആരെ കാണുന്ന വെച്ചാ കണ്ടോളൂ. ഇത് നിങ്ങളുടെ ജയിലാണ് ഭൂതം. സാറിന്റെ കൂട്ടുകാരൻ ആരാണ്? പറഞ്ഞോളൂ. എന്റെ കൂട്ടുകാരൻ ജോണാണ്. ഞാൻ ജോണിനെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് വന്നത്. വേണ്ട വേണ്ട, അവൻ എന്റെ സുഹൃത്തൊന്നുമല്ല. ചിങ്ക സാറേ, എന്നെ അങ്ങോട്ട് വിളിക്കരുത് പ്ലീസ്. വേണ്ട വേണ്ട. പുറത്തേക്ക് പോ. ഇപ്പൊ തന്നെ നിന്റെ കൂട്ടുകാരോടൊപ്പം പുറത്തേക്ക് പോയിക്കോ. റിക്വസ്റ്റ് യു, ഐ റിക്വസ്റ്റ് യു, ഐ ബെഗ് യു, ഐ പ്ലീഡ് യു. കൂട്ടുകാരനെ കൊണ്ടുപോയിക്കോളൂ. എന്റെ അമ്മോ, എനിക്ക് പോകണ്ട. ലോകം ഇങ്ങനെ കാലിയാക്കിയിടുന്നത് അത്ര നല്ല കാര്യമല്ല സാറേ. അതിന് കാലിയൊന്നല്ലല്ലോ, ഞങ്ങൾ ഇതിനകത്ത് ഉണ്ടല്ലോ. ചിങ്കം സാറേ, എന്നെ ഒന്ന് രക്ഷിക്ക. എന്നെ രക്ഷിക്കാന്ന് പറയുന്നത് നിങ്ങളുടെ ദൗത്യമാണ്. രക്ഷിക്ക. വരൂ ജോൺ, നിനക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എന്റെ കൂടെ. ഭൂതമ, ഈ ബോട്ടൂന്റെ വീട്ടിലേക്ക് എന്നെ എന്തിനാ കൊണ്ടുവന്നത്?
ബോട്ട് പത്തലു നിങ്ങളായിരുന്നു. താങ്ക് യു ബോട്ടു, നീ നിന്റെ കമ്മിറ്റ്മെന്റ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിന് വളരെയധികം നന്ദിയുണ്ട് എനിക്ക്. ഞാൻ നിന്നെ ചിങ്കം സാറിന്റെ അടുത്തുനിന്ന് ജീവിതകാലം മുഴുവൻ രക്ഷിക്കുമെന്നാണ് കമ്മിറ്റ്മെന്റ് ചെയ്തത്. ഇനി നീ പുറത്തു പോയാലുണ്ടല്ലോ, അയാൾ വീണ്ടും നിന്നെ പിടിച്ച് ജയിലിലടയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു നീ ഇവിടെ തന്നെ ഇരിക്കണോന്ന്. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? എന്നെ പുറത്തിറക്കി വിട്. നമ്പർ 1, നമ്പർ 2 എന്നെ രക്ഷിക്കേ. നമ്പർ 1, നമ്പർ 2, നിങ്ങളെ രണ്ടുപേരും ഇനി ഇവിടെ കണ്ടാൽ പിന്നെ നിങ്ങളെയും പിടിച്ച് ഞാൻ ഇതിനകത്ത് ഇടേണ്ടി വരും. മര്യാദക്ക് പോകാനാ പറഞ്ഞത്. ജോണേ, എപ്പോഴാണ് ചിങ്ങം സാറ് ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് ആവുന്നത്? അതുവരേക്ക് നീ ഇതിനകത്ത് ഇരിക്കേ. തീറ്റയും കുടിയൊക്കെ അകത്ത് തന്നെ. എന്റെ ജോണ ഒരു 20-25 വർഷത്തിന്റെ കാര്യല്ലേ ഉള്ളൂ. അടിച്ചു പൊളിച്ചോ. എന്ത് 20-25 വർഷങ്ങളോ? ഇല്ല, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. നമ്പർ 1, നമ്പർ 2 പോലീസിനെ വിളിക്കേ. നിങ്ങൾ എന്ത് പോലീസുകാരാ? കാണുന്നതല്ല ഭൂതമാണെന്നാണ് വിചാരം. ആ ബോട്ടും പത്തിലുമായിരുന്നു എന്റെ ഭൂതമാണെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയത്. എന്റെ ഒന്ന് സാറേ, ഞാനൊരു സത്യസന്ധനായ കള്ളനാണ്, തികച്ചും സത്യസന്ധൻ. ഞാനിപ്പോ തിരിച്ചു വന്ന സ്ഥിതിക്ക് എല്ലാ പൂട്ടും നന്നായി തന്നെ പൂട്ടി വെച്ച് ഇനി ഞാൻ ഒരിക്കലും പോകാൻ പാടില്ല. എന്റെ അമ്മോ, ഈ ജോൺ എന്താ പറ്റിയത്? അത് വലിയ കഥയാണ് സാറേ, പിന്നീട് പറഞ്ഞു തരാം. സാറേ, ഞാൻ ഉറപ്പായിട്ട് പറയാം, ഇത് ഞാൻ സാറിനോട് ചെയ്യുന്ന കമ്മിറ്റ്മെന്റ് ആണ്. വീണ്ടും കമ്മിറ്റ്മെന്റോ? സോറി